ഹായ് ഓൾ, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ജൂൺ 2025 കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രൊഫഷണൽ ആൻസർ കീ ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ടിരിക്കുകയായിരിക്കും. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. സോ എനിവേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്ത ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നു, അതുപോലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഓവറോൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു മോഡറേറ്റ് എക്സാം തന്നെയായിരുന്നു. കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിങ്ങളോട് ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കട്ട് ഓഫിനുള്ളിൽ വരാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ഇത്തവണത്തെ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾക്ക് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. ആപ്പിൾ ബി അക്കാഡമിയുടെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആപ്പിൾ ബിയുടെ ഓഫ്ലൈൻ കോച്ചിങ് ക്ലാസ്സസ് അവൈലബിൾ ആകുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പാലായിലാണ്. സോ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി നമുക്ക് ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ടോപ്പിക്സുകൾ അനലൈസ് ചെയ്ത് ഏതൊക്കെ ഏരിയാസാണ് പ്രാധാന്യമെന്ന് മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിക്കാം. കൃത്യമായിട്ട് ടെസ്റ്റ് പേപ്പേഴ്സുകൾ അറ്റൻഡ് ചെയ്ത് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. സോ എപ്പോഴും വളരെ കൃത്യമായൊരു പഠനത്തിന് നമ്മൾ കൃത്യമായിട്ട് ടോപ്പിക്സുകൾ അറിയുകയും അതൊരു ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയോടുകൂടി തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകണം. പലപ്പോഴും നമ്മൾ ഒരു സെൽഫ് പ്രിപ്പറേഷനൊക്കെ നടത്തുമ്പോൾ നമുക്ക് വരുന്നൊരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി വർക്ക് ചെയ്താലും ചിലപ്പോൾ നമുക്ക് മാർജിനിലേക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കോറിലേക്ക് എത്തപ്പെടാതെ പോകാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല, പക്ഷേ നമുക്ക് എവിടെയായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്യേണ്ടുന്നത്, എങ്ങനെയായിരുന്നു ആ ഒരു പോയിന്റ് പഠിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണമായിരുന്നു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ ഇരിക്കരുത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു വലിയ ഡ്രീമിലേക്ക് എത്താൻ ആപ്പിൾ ബി അക്കാഡമി ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും. സോ ഓഫ്ലൈൻ കോച്ചിങ് ക്ലാസ്സസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ രണ്ടും ഓപ്പൺ ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. സോ എനിവേ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ വരാം. സോ ഓവറോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് കൃത്യമായി എല്ലാ യൂണിറ്റിൽ നിന്നും തന്നെ ഈക്വലി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ചിലപ്പം ഈ ഒരു 9 ക്വസ്റ്റ്യൻസ് എന്നുള്ള കണക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചില യൂണിറ്റ് എടുത്ത് നോക്കുമ്പോൾ 8 ആണെന്നോ അല്ലെങ്കിൽ ചിലത് 10 ക്വസ്റ്റ്യൻ എടുത്തെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നാം. അതിൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ചില ഏരിയാസ് എന്ന് പറഞ്ഞാൽ അത് കമ്പൈൻഡ് ആണ്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിങ്ങും ബിസിനസ് എൻവയോൺമെൻറ്റും കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ലോയിൽ നമ്മൾ കമ്പനീസ് ആക്ട് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ അവിടെയും നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. സോ അങ്ങനെ ചില ടോപ്പിക്കുകൾ 2 യൂണിറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു രീതി ഉള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ജനറലി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും ഈക്വലി തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ യൂണിറ്റിൽ നിന്ന് കുറവാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷെ അത് അങ്ങനെയല്ല. കൃത്യമായിട്ട് എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആ എക്സാമിൻ്റെ ഒരു ടെൻഷനിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് കൃത്യമായിട്ട് തന്നെ എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഈക്വലി തന്നെ. ആൻഡ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്തവണ കൂടുതലായിട്ടും നമ്മളോട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ജനറലി നമ്മളോട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള അക്കൗണ്ടിങ്ങിൽ നിന്ന് ചിലപ്പം ഒരെണ്ണമൊക്കെ ചോദിക്കാം, അതുപോലെ ഫിനാൻസിൽ നിന്ന് ഒരെണ്ണമൊക്കെ ചോദിക്കാം. ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ കാണാറ്. പക്ഷേ ഇത്തവണത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സിൽ നിന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ എക്കണോമിക്സിൽ നിന്നുണ്ട്, ഫിനാൻസിൽ നിന്നുണ്ട്. ഓക്കെ, അപ്പം കുറച്ചധികം ന്യൂമറിക്കൽ ഏരിയാസുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇക്വേഷൻസ് ഇത്തവണ കൂടുതൽ, ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ടാക്സ് ഒക്കെ റിലേറ്റ് ചെയ്ത് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു കൂടുതൽ സെക്ഷൻസ് ചോദിച്ചു എന്നുള്ളത്. ഇത്തവണ അങ്ങനെ സെക്ഷൻസിൻ്റെ ചോദ്യങ്ങൾ കുറവായിരുന്നു. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കഴിഞ്ഞ എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തവണ കുറവായിരുന്നു. അപ്പോൾ ഇത്തവണ കൂടുതലായിട്ട് പ്രാധാന്യം അവർ ഇക്വേഷൻസിനാണ് കൊടുത്തിരുന്നത്. അതും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും എക്കണോമിക്സിൽ നിന്നൊക്കെ റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ
ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, എനിവേ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻസ് യൂണിറ്റിലെ കാര്യമാണ്. സോ ഈ ഒരു യൂണിറ്റിൽ എടുക്കുകയാണെങ്കിൽ നോക്കി എത്ര ഏരിയയിൽ നിന്നാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ടായിരുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഈ റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് എപ്പോഴും നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഏരിയ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ ഏരിയാസ് തന്നെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ടോപ്പിക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് കുറച്ചധികം നാളുകളായി. പക്ഷേ സ്റ്റിൽ നിങ്ങൾ എടുത്ത ആ വീഡിയോ നോക്കിക്കോ, ആ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫിനാൻസ് യൂണിറ്റ് എടുത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പം വീണ്ടും ഒരു ഫ്രഷ് അനാലിസിസ് അല്ലെങ്കിൽ വീണ്ടും ഒരു സീരീസ് ആയിട്ട് ഒരു ടോപ്പിക്ക് പറയുന്നില്ലെങ്കിലും പണ്ട് നമ്മൾ പറഞ്ഞതിന് അതേ പ്രാധാന്യം ഇപ്പോഴുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം അത് ഔട്ട്ഡേറ്റ് ആയി പോയില്ലെന്ന്. ഇല്ല, അത് ഔട്ട്ഡേറ്റ് ആയി പോയിട്ടില്ല. സ്റ്റിൽ അതിന് അതേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമുക്കൊരു മാറ്റം വരുമ്പോഴാണ് നമുക്കൊരു പുതിയൊരു സീരീസ് അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോഴേതായാലും നിങ്ങളോട് ഞാൻ അന്ന് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ളത്. സോ നോക്കി, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2020 നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് അല്ലെങ്കിൽ ഇക്വിറ്റി പോലെയുള്ള ഓരോന്നിൻ്റെയും സോഴ്സിൻ്റെയും കോസ്റ്റുകൾ തന്നിട്ട് നമ്മളോട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. സോ ആ ഒരു ടൈപ്പ് കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ നമ്മളോട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന എൻറ്റയർ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൽ നിന്ന് ഏത് വാല്യൂ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കാം. അതിപ്പോൾ ഇക്വിറ്റി ചോദിക്കാം, ഡിബഞ്ചർ ഡെറ്റ് ചോദിക്കാം, അത് മാറി മാറി ചോദിക്കും. നിങ്ങളോട് കഴിഞ്ഞ വർഷം ഡെറ്റിനെ കുറിച്ചാണ്, ഡിബഞ്ചറിൻ്റെ കോസ്റ്റാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഇത്തവണ ഒരു പ്രിഫറൻസ് ഷെയർസ് ചോദിച്ചു. സോ അത് മാറി മാറി വരാം. ബട്ട് സ്റ്റിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് 2 ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ ആ ഒരു ടോപ്പിക്ക് തന്നെ കൃത്യമായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റനാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവറേജ് ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിൽ നിന്ന് പ്രോബ്ലത്തിൽ നിന്നും കൂടുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്ന ഇക്വേഷൻസ് ആയിരുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇക്വേഷൻസ് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം നോക്കിക്കേ, അടുത്ത സ്റ്റെപ്പ് എന്നോണം നെക്സ്റ്റ് ടൈം അവർ ചോദിച്ചത് പ്രോബ്ലം ഏരിയ ആണ്. ആൻഡ് ഇതിൽ നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ നമ്മുടെ എക്സാമിന് തൊട്ട് മുമ്പ് കണ്ടക്ട് ചെയ്ത മോഡൽ എക്സാമാണ്. LMSലും ഇതേ ടെസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 15 ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അത് അടുത്ത പേജിലാണ്. സോ നിങ്ങളെ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. ഇതേ ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു. ഓക്കെ, അതാണ് നമ്മളോട് ഈ ഒരു ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് ഞാൻ ഈ ടോപ്പിക് ഇട്ടിരിക്കുന്നതിലെ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മോഡൽ എക്സാമിന് ഇട്ട അതേ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ഈ കഴിഞ്ഞ ഇന്ത്യയുടെ ജൂൺ 2025 എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പം ഓരോ ടോപ്പിക്കുകളും മനസ്സിലാക്കി അതിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടും. നമ്മൾ കുറച്ച് നാൾ അതിൽ വർക്ക് ചെയ്ത് കഴിയുമ്പം നെക്സ്റ്റ് ടൈം ഇതിൽ നിന്ന് ഈ തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. എനിവേ, ഓപ്പറേറ്റിംഗ് ലിവറേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എഗെയിൻ പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നമുക്ക് 2 പാസേജുകൾ നമ്മളോട് ഫൈനലി നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതൊരു 95% രണ്ടും നമുക്ക് കോംപ്രഹെൻഷൻ തന്നെയാണ് വരാറ്. ബട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പ്രോബ്ലം ഏരിയാസ് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ പ്രോബ്ലം ഏരിയാസ് ചോദിച്ചിട്ടുള്ളതിൽ ഒന്നാണ് മാർജിനൽ കോസ്റ്റിംഗ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റ് ചെയ്ത് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിൽ നിന്നും വേണമെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് സൈക്കിള് അല്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് ഇങ്ങനെയുള്ള ഓരോന്നിനെക്കുറിച്ചും അങ്ങനെ അവർക്ക് തീർച്ചയായിട്ടും വളരെ ഡയറക്റ്റ് ആയിട്ട് 5 ക്വസ്റ്റൻ അതിൽ നിന്ന് കിട്ടും. സോ അതുപോലെ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് ചോദിച്ചത്. പക്ഷേ അതൊരു റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ അല്ല. പക്ഷേ അതിൽ നിന്ന് നോക്കിക്കേ ഇത്തവണ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റൻ ചോദിച്ചു. അപ്പോൾ ഇനി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എല്ലാ എലമെൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണം. ഓർ നെക്സ്റ്റ് ടൈം മേ ബി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് വേണമെങ്കിൽ ഒരു കോംപ്രഹെൻഷൻ പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് എല്ലാ വർക്കിംഗ് പ്രോഗ്രസ്, കൺവേർഷൻ സൈക്കിള് അല്ലെങ്കിൽ ഫിനിഷ് ഗുഡ്സ് കൺവേർഷൻ പീരീഡ് ഇതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയും നമുക്ക് കാണാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഈ ഒരു ടോപ്പിക്ക് എപ്പം നമ്മൾ ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാം എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്തവണയും ചോദിച്ചു.
അല്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ നിന്ന് നമ്മൾ പ്രോസസ്സ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കിൽ നിന്നാണ് ചോദ്യം ചോദിക്കാറ്. ഇത്തവണയും അതേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വന്നത്. സോ വളരെ കൃത്യമായി ഇമ്പോർട്ടൻ്റ് ഏരിയാസ് അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു കട്ട് ഓഫിലേക്ക് എത്തിപ്പെടാനായിട്ട് തന്നെ പറ്റും. ഓക്കെ, ഇനി നമ്മളോട് ഈ പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, ആനുവിറ്റി, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്താൽ. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇതിൽ നിന്ന് പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ അത് നമുക്ക് ഉറപ്പൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇക്വേഷൻസ് വരെയെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. ഇത്തവണ അത് റിലേറ്റ് ചെയ്ത് മാച്ച് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, ഇതും ഒരു റിപ്പീറ്റഡ് ഏരിയ അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ നമ്മൾ പറഞ്ഞു പോയ ടോപ്പിക്കാണ്. അതിൻ്റെ ആ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് ഇത്തവണ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പലരും നമ്മളോട് എന്താണ് ഈ LMS പ്ലാറ്റ്ഫോം എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് LMS പ്ലാറ്റ്ഫോം എന്താണെന്നും നമ്മൾ ഈ ടോപ്പിക്സുകൾ എവിടെയൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോയിരുന്നതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ മെയിൽ ID ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലോഗിൻ ചെയ്യുമ്പം അത് ലാൻഡ് ചെയ്യുന്ന ഒരു പേജ് ഇങ്ങനെയാണ്. സോ ഇത് മൈ പ്രൊഫൈൽ ആണ്. ഓക്കെ, സോ ഈ ഒരു പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടേതായ ഒരു പേജാണ് ഇവിടെ ലഭിക്കുക. സോ ഇവിടെ നമ്മൾ നമ്മുടെ സബ്ജക്ട് പേപ്പർ 1 ആണോ, പേപ്പർ 2, കൊമേഴ്സ് ഓർ മാനേജ്മെന്റ് ഓർ വോട്ടെവർ, നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അത് നമ്മൾ ഡയറക്റ്റ്ലി ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി അതിൻ്റെ വീഡിയോസ്, നോട്ട്സ്, PPTs, ടെസ്റ്റ് പേപ്പർ എല്ലാം ഉള്ള ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു പേജിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ടെസ്റ്റ് നിങ്ങൾ എഴുതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. നോട്ട് സെഷൻ ഉണ്ട്, വീഡിയോസ് ഉണ്ട്, PPTs ഉണ്ട്. ഇതാണ് നമുക്ക് മെയിൻലി ഉള്ള കാര്യങ്ങൾ. ഇനി ഇതെല്ലാം യൂണിറ്റ് വൈസ് തരംതിരിച്ചിട്ടാണ് നമുക്കിവിടെ ഉള്ളത്. സോ ഓരോ നോട്ട് സെഷനിലേക്ക് പോകുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മളൊരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ആ നോട്ട് സെഷനിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതായാലും നമ്മൾ ഡിസ്കസ് ചെയ്ത ഫിനാൻസ് യൂണിറ്റിലെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സോ ബിസിനസ് ഫിനാൻസിലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ മെയിൻലി നമ്മൾ ഓരോ കോസ്റ്റുകളെയും, കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അങ്ങനെ ഓരോ കോസ്റ്റുകളായിട്ടും ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിൻ്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും, കാരണം ഇവിടെ മെയിൻലി നമുക്ക് അതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. സോ അതുപോലെ ഓരോന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഓരോന്നും തൽക്കാലം പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ലിവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്നും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു സെക്ഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ലിവറേജ്. അപ്പോൾ ഇവിടെ ടൈപ്സ് ഓഫ് ലിവറേജും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യനും ഒക്കെ ഇതേ നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാവുന്നതായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യാഷ് സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിനെ കുറിച്ചും ലാസ്റ്റ് ടൈം അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഒക്കെ റിലേറ്റ് ചെയ്യുന്ന നമ്മളോട് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സോ അതും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. സോ ഇതുമായിട്ടും ഡിസ്കസ് ചെയ്ത് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഏരിയ നമുക്ക് ഓരോന്നിനെ കുറിച്ചും നമുക്ക് ശരിക്കും പഠിക്കാനുണ്ട്. പേ ബാക്ക് പീരീഡ്, അതിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണയൊക്കെ നമ്മളോട് അതിന്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിരുന്നതാണ്.
സോ അതിൽ നിന്നും പിന്നെ ഓരോ ട്രഡീഷണൽ മെത്തേഡ് റിലേറ്റ് ചെയ്തും നമ്മൾ അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതിന്റെ കൂടെ തന്നെ ചെയ്തു പോകുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അതെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ മെത്തേഡ്സുകളും നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. സോ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. അക്കൗണ്ടിങ്ങിൽ നിന്ന് നിങ്ങളോട് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ നോക്കിക്കേ. ബേസിക്സ് നമ്മൾ എപ്പോഴും പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാമെന്ന്. ഇത്തവണയും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളോടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ ഡിഫറൻസ് കാണാം. സാധാരണ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതേതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളൊക്കെ തന്നിട്ട് ഇതേതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊരു 4 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വരും, ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് പോലെ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സ്പ്ലനേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരു ലിസ്റ്റിൽ കൊടുക്കും. അതായിരുന്നു നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ജനറൽ പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ നമ്മളോട് എക്സാക്ട്ലി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നോട്ട് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ട് യോജിച്ച് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു ചോദ്യം. കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് അല്ലേ, അത് നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ടോപ്പിക് അത് തന്നെയാണ്. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാമായിരുന്നു അല്ലേ. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എപ്പോഴും പഠിക്കണം നമ്മൾ പറയുന്നതാണ് അല്ലേ. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഇത്തവണ ചോദിച്ചത് 2 ക്വസ്റ്റനാണ്. ആ 2 ക്വസ്റ്റനിൽ ഒന്ന് ഡയറക്ട്ലി നിങ്ങളോട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നിട്ട് അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നുള്ള തരത്തിലുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് എപ്പോഴും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള 2 രീതി എന്ന് പറഞ്ഞ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മളോട് ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളോട് പറയുന്ന അതേ ഒരു പ്ലാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരുന്നു. ഇതിലെ ഒരു ഇപ്പം 100 ക്വസ്റ്റ്യനും സ്കോർ ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ എക്സാമിന് 100 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വരുന്നത് അല്ലേ. ഈ 100 ക്വസ്റ്റ്യനിൽ ഒരു 65 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. ഓക്കെ, 65 to 70 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന ഇമ്പോർട്ടൻസ് എല്ലാം വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ച് നമ്മളെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നു, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു എന്നുള്ളതാണ്. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലം ഫോർ മാർജിനൽ കോസ്റ്റിംഗ് ഒരു മസ്റ്റ് ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ തവണയ്ക്ക് ഇക്വേഷനാണ് ചോദിച്ചിരുന്നത്. ഇത്തവണ എക്സാക്ട്ലി അതിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചു. യൂണിറ്റ്സ് ടു ബി സോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഇത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സ് സെല് ചെയ്യണം. അതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളോട് വീണ്ടും ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നതിൽ വരുന്ന മാറ്റങ്ങളാണ്. ദെൻ ക്യാഷ് ഫ്ലോയിൽ നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മളോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഫൈനാൻസിങ്, അതും അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്, ഇതിൽ ഓരോന്നിലും വരുന്ന ഐറ്റംസ് എന്താണെന്നുള്ളത് അറിയണം. അതിലാകെ ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക, 2 കാര്യമുള്ളൂ. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഏതാണെന്ന് അറിഞ്ഞാൽ ജസ്റ്റ് അത് ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട വാല്യൂസ് ഏതാണെന്ന് അറിഞ്ഞാൽ അത് ഡിഡക്റ്റ് ചെയ്യുക അല്ലേ. അത്രയും നമുക്ക് അതിൽ നിന്ന് അറിയേണ്ടുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലം അങ്ങനെ ചോദിക്കാത്തതുകൊണ്ടാണ് ഞാനത് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യാത്തത്. ബട്ട് സ്റ്റിൽ എപ്പോഴും പറയുന്നതാണ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ നിന്ന് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അതിൽ റേഷ്യോയും ക്യാഷ് ഫ്ലോയും ഒക്കെ പലപ്പോഴും ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അവരതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ബട്ട് അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒന്ന് തന്നെയായിരുന്നു. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അതിനകത്ത് എന്തൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതും വളരെ ചെറിയ വാല്യൂസ് ഒക്കെ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ദെൻ കണ്ടീഷൻ ഫോർ അമാൽഗമേഷൻ. ഇത് നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട് പഠിക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ പറയും അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ അല്ലെങ്കിൽ പെർച്ചേസ്. അപ്പോൾ അവിടെ ഫോളോ ചെയ്യേണ്ടുന്ന കണ്ടീഷൻസ് അറിഞ്ഞാൽ മതി, അത് ജസ്റ്റ് കമ്പൈൻ ചെയ്തെടുത്താൽ മതി. ഇതും നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പഠിച്ചു പോയതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അല്ലേ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും നോട്ട്സും PPTസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അല്ലേ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് റിലേറ്റ് ചെയ്ത് എക്സാമിന് നമ്മൾ ക്ലാസ് ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഇടുമ്പോൾ ഇതുമായിട്ട് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരെ ഇട്ടിട്ടുള്ളതാണ്. സോ ആ ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഓഡിറ്റിങ്ങിൽ നിന്ന് നമുക്ക് റാൻഡം ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. പക്ഷേ ഇത്തവണ മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാമായിരുന്നതാണ്. ബട്ട് ഓവറോൾ നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് യൂണിറ്റ് നോക്കിയാൽ നമുക്കതിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് LMS റിലേറ്റ് ചെയ്ത് ഈ ടോപ്പിക്സുകൾ എവിടെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഇനി നമ്മൾ അക്കൗണ്ട്സിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്നുള്ളതാണ് യൂണിറ്റ് അല്ലേ. സോ ഈ ഒരു യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ബേസിക്സിൽ നിന്ന് എല്ലാ തവണയും നമ്മളോട് ക്വസ്റ്റ്യൻ ഉള്ളതാണ് അല്ലേ. സോ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ ഓരോന്നിനെ കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഓരോ കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടും. അതിപ്പോ ഏത് തിയറീസ് ആണെങ്കിലും ഏത് പ്രിൻസിപ്പിൾ ആണെങ്കിലും അതിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസും ഒക്കെ തന്നെ. അപ്പൊ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ കണ്ടോ, നമ്മൾ ഓരോ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യും, അതിന്റെ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും ഒക്കെ തന്നെയും ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. പിന്നീട് വീണ്ടും നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം അല്ലെ IFRS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ തന്നെയും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെയും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത് പറയുന്നത്. സോ മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ തിയറീസ്, അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ മാത്രം സോൾവ് ചെയ്യുന്നത്, അതായത് പല ടൈപ്പ് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാം അതെല്ലാം ഡീൽ ചെയ്യുന്ന പല വീഡിയോസുകൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. സോ അതിലെല്ലാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പാറ്റേൺ വരും എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നൊരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. സോ ഇതുപോലെ നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ഇവിടെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ഉണ്ട്. സോ ഇതുപോലെ നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ നോക്കിയാൽ ക്യാഷ് ഫ്ലോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഫ്ലോയും നമ്മൾ പറഞ്ഞാണ്, ക്യാഷ് ഫ്ലോ ഒക്കെ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അല്ലേ. സോ അതിൽ തന്നെയാണെങ്കിലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കണ്ടോ, അതിലെ പ്രധാനപ്പെട്ട ഏരിയാസുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാമായിരുന്നതാണ് എന്നുള്ളതാണ്. സോ ഇപ്പം തന്നെ നമ്മൾ 2 യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഏരിയാസ് എന്നൊക്കെ പറഞ്ഞു. ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് എന്നുള്ളത് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇത് ആപ്പിൾ ബി അക്കാഡമിയുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബുക്കാണ്. സോ ഇതിൽ നമ്മുടെ എൻറ്റയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. ഓക്കെ, സോ നമ്മളൊരു 2012 തൊട്ട് ഈ കഴിഞ്ഞ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ എപ്പോഴും നമ്മൾ തന്നെ പഠിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം നമുക്ക് കാര്യമില്ല. ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനൊക്കെ അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പക്ഷെ നമ്മളൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്യണം. സോ അങ്ങനെ നമുക്ക് NTA അല്ലെങ്കിൽ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ അവൈലബിൾ ആണ്. സോ ഇത് തന്നെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രാക്ടീസ് കിട്ടും. ഓക്കെ, ആൻഡ് നമ്മൾ ഇതിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ യൂണിറ്റ്സും ഉണ്ട്, അത് പലയിടത്തായിട്ടാണ് കിടക്കുന്നത്. ഇപ്പം നമ്മളൊരു ടെസ്റ്റ് ഇപ്പം അക്കൗണ്ട്സ് മാത്രം ഇടുമ്പോൾ അതിൽ അക്കൗണ്ട്സിൻ്റെ മാത്രം ഏരിയ, അതല്ലാതെ മോഡൽ എക്സാം എന്ന് പറയുമ്പോഴാണ് എൻറ്റയർ ഏരിയ അതിനകത്ത് ഷിഫ്റ്റ് ചെയ്തു വരുന്നത്. സോ ഇതിൽ അതേ ഒരു പാറ്റേൺ അല്ലേ. അപ്പം നമ്മളത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പുതിയ കാര്യം ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്ന പോലെ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എന്ന് പറയുന്നത്. സോ അതിന് നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ബുക്കാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ട് കൺസെപ്റ്റ്സുകൾ പഠിക്കണം. സോ അതിന് നമുക്ക് ടെക്സ്റ്റ് ബുക്സ് വേണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഓരോ യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇത് 2 പാർട്ടായിട്ടാണ്. സോ പാർട്ട് 1ലും നമ്മൾ 5 യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ട് 2ലും നമ്മൾ 5 യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളോട് എക്സാമിനും ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മളൊരു കോമ്പിനേഷൻ ഫോമിലാണ് പഠിക്കേണ്ടത്. നമ്മൾ നോട്ട്സ് മാത്രമോ അല്ലെങ്കിൽ PPT മാത്രമോ അങ്ങനെയല്ല, നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ പഠിക്കണം. കാരണം നോട്ട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിരിക്കും. നമ്മൾ PPTസിലേക്കൊക്കെ വരുമ്പോഴാണ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യേണ്ടുന്ന പോയിന്റ്സ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. പക്ഷെ ഒരു കാര്യം പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനിൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഒരു ടോപ്പിക്ക് മനസ്സിലാവുന്നതും അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുന്നതും. എനിവേ, സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ ഡെവലപ്പ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് മൂവ് ചെയ്യാം, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് റെഡ് കളർ ഇടാത്തത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഇത്തവണ അവർ ചോദിച്ചത്. ഓക്കെ,
റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ക്വസ്റ്റൻസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ ആ സെയിം ക്വസ്റ്റൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും റെഡ് കളർ മാർക്ക് ചെയ്യാതിരുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ലീഗൽ ആസ്പെക്ട്സ് എന്ന് പറയുന്ന ബിസിനസ് നിങ്ങൾ വിട്ട് കളയേ പാടില്ല. ആകെ നമുക്ക് അവിടെ ഒരു 10 ആക്റ്റാണ് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ബാക്കിയുള്ള യൂണിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. പിന്നെ ഇതിൽ നിന്ന് ഒത്തിരി ഇൻഡയറക്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്ന സാധ്യതകളും വളരെ കുറവാണ്. ഇത്തവണ നമ്മളോട് കൂടുതലും LLP റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. LLP റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഡിസൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ LLPയിൽ നിന്ന് നമ്മളോട് 2 ക്വസ്റ്റൻസ് ചോദിച്ചു. അതുപോലെ തന്നെ എല്ലാ തവണയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2020 പേറ്റന്റ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് കഴിഞ്ഞത്തെ എക്സാമിനൊക്കെ കോപ്പിറൈറ്റ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. പക്ഷേ ഈ എക്സാമിന് വീണ്ടും അവർ പേറ്റന്റ് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുമാണ് അല്ലേ. പേറ്റന്റ് എന്താണ്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, എത്ര വർഷത്തേക്കാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ദെൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റും അത്യാവശ്യം, അത് പക്ഷേ ഒരു എല്ലാ എക്സാമിനും ഇല്ല, റാൻഡം ആയിട്ട് അവർ ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ നിന്നും ഇത്തവണ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിലേക്ക് വരുമ്പോൾ അൺപെയ്ഡ് സെല്ലർ ആരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അൺപെയ്ഡ് സെല്ലറിനുള്ള റൈറ്റ്സുകളായിരുന്നു. അയാൾക്ക് എന്തൊക്കെ റൈറ്റുകളാണുള്ളത് എന്നുള്ളതാണ്. അതും നമുക്ക് വളരെ ഈസിലി ആയിട്ട് എടുത്തെഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അൺപെയ്ഡ് സെല്ലർ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ. അപ്പം ഇതിന് തൊട്ട് മുമ്പിലത്തെ ഒരു എക്സാമിൽ അൺപെയ്ഡ് സെല്ലർ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ താഴേക്കുള്ള കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സോ ഇവിടെ നമ്മളോട് അൺപെയ്ഡ് സെല്ലർ അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. ഇതും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയ ടോപ്പിക് ആണെന്നുള്ളതാണ്. ദെൻ കോമ്പറ്റീഷൻ ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളോട് പലപ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വെർട്ടിക്കൽ എഗ്രിമെൻറ്റ്സ്, ഹൊറിസോണ്ടൽ എഗ്രിമെൻറ്റ്സ്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ചോദിച്ചു കാണാറ്. ആൻഡ് ഇത്തവണയും അത് തന്നെയാണ്. ആൻഡ് ഇത്തവണ ശരിക്കും ലീഗൽ ആസ്പെക്ട്സിൽ വന്നൊരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ മിക്ക ലീഗൽ ആസ്പെക്ട്സിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലും ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അതായത് ഈ ആക്ട് എന്നാ നിലവിൽ വന്നത്. പക്ഷെ ഇത്തവണ നമ്മളോട് ആ തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ നമ്മളത് പഠിക്കേണ്ടതുണ്ട്. കാരണം നെക്സ്റ്റ് ടൈം ചിലപ്പോൾ അവരത് ചോദിച്ചേക്കാം. അത് നമ്മളെപ്പോഴും ആക്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഇയറോട് കൂടി തന്നെ പഠിക്കുക എന്നാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറ്. സോ അതുപോലെ തന്നെ പഠിക്കുക. ബട്ട് സ്റ്റിൽ ഇത്തവണ നമ്മളോട് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ദെൻ കമ്പനീസ് ആക്ട്, നമുക്ക് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ കമ്പനീസ് ആക്ട് 2013 പഠിക്കാനുണ്ട്. ആൻഡ് അവിടെ നിങ്ങളെ കൃത്യമായിട്ട് അതിൽ വരുന്ന പല ബേസിസിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ക്ലാസിഫിക്കേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് വിത്ത് ദെയർ സെക്ഷൻസ്. ആൻഡ് ഇത്തവണത്തെ ക്വസ്റ്റ്യനും എന്തായിരുന്നു, ഒരു സൈഡിൽ മാച്ച് ദ ഫോളോയിങ് പോലെ ഒരു സൈഡിൽ നിങ്ങൾക്ക് കമ്പനീസ് തന്നിട്ടുണ്ടായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യാനായിരുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഓവറോൾ ശരിക്കും പറഞ്ഞാൽ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന യൂണിറ്റ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെജോറിറ്റി. അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്തൊരു ഏരിയയിൽ നിന്ന് ഒന്നും തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ്ലി ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ. ഓക്കെ, ഇനി ലോയിലേക്ക് പോവുകയാണെങ്കിൽ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് അല്ലേ നമ്മൾ ലോ എന്നും പറയും. സോ ഈ ഒരു യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത്രയും ആക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതെല്ലാം തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ എനിവേ നമുക്ക് LLP ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. സോ LLP ആയിട്ട് ബന്ധപ്പെട്ട അതിന്റെ കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അതായത് ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലുണ്ട്. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചത്. ദെൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ നിന്നും നമ്മളോട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അതിൽ ഈ പറയുന്ന കോപ്പിറൈറ്റഡ് ട്രേഡ് മാർക്ക്, പിന്നീട് ഈ പറയുന്ന പേറ്റന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ കമ്പനീസ് ആക്ടിലേക്ക് വന്നാൽ കമ്പനീസ് ആക്ടിൽ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് സെക്ഷൻസുകളും കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളവിടെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതാണ്.
ഓക്കെ, സോ അത് ഞാൻ വളരെ ഇൻഡെപ്ത് ആയിട്ട് ഓരോ വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല. പക്ഷെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് ഓരോ ക്ലാസിഫിക്കേഷൻ അതിൽ പറയുന്നുണ്ട്. പിന്നെ മീറ്റിംഗ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം, ഇതൊക്കെ റാൻഡം ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസും ആണ് എന്നുള്ളതാണ്. ആൻഡ് മൂവിങ് ടു മാർക്കറ്റിംഗ്. സോ മാർക്കറ്റിംഗിൽ നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇത്തവണയും ചോദിച്ചിട്ടുണ്ട്. സ്റ്റേജസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്. ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനായിരുന്നു ഇത്തവണയും നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒത്തിരി പ്രോസസ്സ് സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നല്ലത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത്തവണയും ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ സ്റ്റേജസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൽ എനിക്കൊരു ഡിഫറൻസ് തോന്നിയത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ PLC സ്റ്റേജസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലുണ്ട് നമുക്ക് ഈ കൃത്യമായിട്ട് അതിൻ്റെ പ്രൈസ്, അതായത് ഓരോ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഓരോ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ പ്രൈസിങ് എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു തരത്തിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മളോട് ചോദിക്കുന്നത് ഈ ഓരോ സ്റ്റേജസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഏതാണെന്നുള്ളതായിരുന്നു ഇത്തവണത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ നമ്മളോട് ഓറിയൻറ്റേഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഓറിയൻറ്റേഷൻ, പ്രോഡക്റ്റ് ഓറിയൻറ്റേഷൻ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സിൽ നിന്ന് നമ്മളോട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഈ മാർക്കറ്റിംഗ് മയോപ്പിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. മാർക്കറ്റിംഗ് മയോപ്പിയ എന്നുള്ളൊരു ടേം കൊണ്ടുവന്ന ആരാണ്? തിയോഡർ ലെവിറ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അതും ബേസിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ കുറച്ച് ബേസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, അതായത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നു ഇത്തവണ നമ്മളോട് മാർക്കറ്റിങ്ങിൽ നിന്ന് ചോദിച്ചിരുന്നത്. സാധാരണ മാർക്കറ്റിൽ നിന്ന് ലോജിസ്റ്റിക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ഇതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. ബട്ട് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇതിൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ 4 പീസിലെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മയോപ്പിയ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കറിയാം. പിന്നെ പ്രൈസിൽ നിന്നാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണ നമുക്ക് പറയാം പ്രൊമോഷൻ പ്ലേസ് ഈ പറയുന്ന ഏരിയാസ് ഒന്നും ഇൻക്ലൂഡഡ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഏരിയയിൽ നിന്നൊന്നും ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഉള്ളതിലൊരു ഇച്ചിരി നമുക്ക് ബുദ്ധിമുട്ട് വരാവുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു നമ്മളെ വളരെ കൺഫ്യൂസ് ചെയ്യിക്കാവുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഏരിയയാണ് ഈ പ്ലേസ്. പിന്നെ പ്രൊമോഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് പുതിയ ട്രെൻഡുകൾ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. പക്ഷേ ആ ഏരിയയിൽ നിന്നൊന്നും ഇത്തവണ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ സാധാരണ ചോദിക്കുന്ന പോലെ ഒരു കൺഫ്യൂസിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റനോ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ദെൻ പ്രൈസിങ് സ്ട്രാറ്റജി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. പ്രൈസിങ് റിലേറ്റഡ് ആയിട്ട് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇതവണ എക്സാക്ട്ലി അത് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി ആയിട്ട് മാത്രം റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു. ആൻഡ് ഫൈനലി അഡോപ്ഷൻ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ്. ഇതും ഈ പറഞ്ഞ പോലെ സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യാനുള്ള തരത്തിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉണ്ട്, കുറച്ച് കാലങ്ങളായിട്ട് അവർ കൂടുതൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇതും ഈ പറഞ്ഞ പോലെ സീക്വൻഷ്യൽ അഡോപ്ഷൻ പ്രോസസ്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഇതും നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചു പോയ ടോപ്പിക്കാണ് എന്നുള്ളതാണ്. ഇനി അപ്പം ഈ റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ LMSൽ എവിടെയാണുള്ളത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ മാർക്കറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഓരോന്ന് ഫണ്ടമെന്റൽസിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് മാർക്കറ്റിംഗിലാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ അതിൽ കോർ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ, ടൈപ്സ് ഓഫ് നീഡ്സ്, ടൈപ്സ് ഓഫ് ഡിമാൻഡ്സ്, ലെവൽസ് ഓഫ് ഡിമാൻഡ്, മാർക്കറ്റ് ഇവല്യൂഷൻ, മെഗാ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് ഒക്കെ എന്താ എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങളും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റനും എല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ചാപ്റ്ററിൽ തന്നെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് 4 Ps അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സിലേക്ക് ഇതിൽ ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സുകളാണുള്ളത്. അതിൽ പ്രോഡക്റ്റ് ഡിസിഷനിലേക്ക് വരികയാണെങ്കിൽ പ്രോഡക്റ്റ് ലെവൽസ്, പ്രോഡക്റ്റ് ഹൈറാർക്കിയിൽ നിന്നൊക്കെ റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ പ്രോഡക്റ്റ് മിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിവ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറിയിൽ നിന്ന് നമ്മളോട് മാറിയും മറിഞ്ഞും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കണ്ടോ, അതിനുവേണ്ടി തന്നെ ഒരു വീഡിയോ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതെല്ലാം തന്നെയും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരുന്നതാണ് എന്നുള്ളതാണ്. ഇനി പ്രൈസിങ് ഡിസിഷനിലേക്ക് വന്നാൽ ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് സ്ട്രാറ്റജി. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റെപ്സുകൾ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. സോ സ്റ്റെപ്സ് ഇൻ പ്രൈസിങ് മെത്തേഡ്സ്, പ്രൈസിങ് സ്ട്രാറ്റജീസ്, സി എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും.
സോ നെക്സ്റ്റ് യൂണിറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എഗെയിൻ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഏരിയയിൽ നിന്ന് ഇത്തവണയും ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. മെട്രിക് സ്ട്രക്ചർ, ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെട്രിക് സ്ട്രക്ചർ. ഇത്തവണയും നമ്മളോട് മെട്രിക് സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത മെട്രിക് സ്ട്രക്ചറിൽ റിലേറ്റഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള തരത്തിലുള്ള ക്വസ്റ്റൻ ഇത്തവണയും ഉണ്ടായിരുന്നു. ദെൻ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ സെലക്ഷൻ പ്രോസസ്സ് അത് ഈ പറഞ്ഞ പോലെ പ്രോസസ്സിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ തരത്തിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഇതങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ അല്ല. പക്ഷേ ഇപ്പം നമ്മൾ ആ ഫങ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എടുത്താൽ അതിൽ ഏതിൽ നിന്നെങ്കിലും എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കും ഡയറക്ട്ലി. ലൈക്ക് ഇപ്പം എന്താ പറയുക, ഏത് ഫോമിലുള്ളതും ആയിരിക്കാം. ഇപ്പോൾ സെലക്ഷനോ റിക്രൂട്ട്മെൻറ്റോ അല്ലെങ്കിൽ പ്ലാനിങ്, കൺട്രോളിങ്, അങ്ങനെ ഏത് ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്തവണ അവർ ചോദിച്ചിരുന്നത് സെലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ആക്ച്വലി ബേസിക്സ് ആണ് അല്ലേ. ഇതൊക്കെ ഓർഗനൈസേഷൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ ആ ബേസിക് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. ഓക്കെ, പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനാണെങ്കിലും നമ്മളോട് പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്കൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇത്തവണയും അതുപോലെ തന്നെ ടെക്നിക് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. സോ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും റാൻഡമായിട്ട് ചോദിക്കാറുള്ളതാണ്. പ്രോസസ്സുകൾ അതിനെ സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യുക. എപ്പോഴും നിങ്ങളോട് പ്രോസസ്സുകൾ പഠിക്കുമ്പോൾ അത് പ്രോപ്പർ സ്റ്റെപ്പ് വൈസ് തന്നെ പഠിച്ചു പോകണമെന്ന് പറയാറുണ്ട്. ആൻഡ് ഇവിടെ ഇത്തവണ ചോദിച്ചത് ഈ പറഞ്ഞ പോലെ ടെക്നിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ്. നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം എന്ന് പറഞ്ഞതാണ്. മാസ്ലോ നീഡ് ഹയറാർക്കി തിയറി. നമ്മളെപ്പം HRM-ൽ ഇമ്പോർട്ടൻ്റ് ഏരിയ ഏതാണ് എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് എപ്പോഴും പറയാനുള്ളതാണ് മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ഒക്കെ അല്ലേ. അപ്പോൾ ഈ മോട്ടിവേഷനിൽ നിന്ന് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ പലതവണയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മളോടൊരു തിയറി ആയിട്ട് ഒരു തിയറി തന്നിട്ട് ഇതാരുടെ തിയറിയാണ് എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണയൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടത്. ഒരു സൈഡിൽ തിയറീസ് ആയിരുന്നു, മറ്റൊരു സൈഡിൽ അത് ആര് പ്രൊപ്പോണ്ട് ചെയ്തു എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു. ആൻഡ് നൗ ഈ ഒരു എക്സാമിന് നമ്മളോട് എക്സാക്ട്ലി മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. സോ നമ്മൾ മോട്ടിവേഷൻ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു തിയറിയാണ് മാസ്ലോ നീഡ് ഹയറാർക്കി തിയറി അല്ലേ. സോ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത്തവണയും നമ്മളോട് ചോദിച്ചിരുന്നത്. ദെൻ പെർസെപ്ഷൻ, ലേണിംഗ്, ഇങ്ങനെയുള്ള ടേംസ് അതിൻ്റെ മീനിങ്സുമായിട്ട് ബന്ധപ്പെട്ട മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അതും നമുക്ക് ചെയ്തെടുക്കാവുന്നത് തന്നെയാണ്. ദെൻ ജോബ് ഇവാലുവേഷൻ, എൻറിച്ച്മെൻറ്റ്, എൻലാർജ്മെൻറ്റ്, ഈ തരത്തിലുള്ള ടേംസ് എല്ലാം നമ്മൾ സ്പെസിഫിക്കലി ഓരോന്നിൻ്റെയും ഡിഫറൻസ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. എൻലാർജ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ, എൻറിച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ. അപ്പോൾ അങ്ങനെ ഓരോന്നും, റൊട്ടേഷൻ അല്ലെ, ഇങ്ങനെ കുറേ ടേംസുകൾ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ് അല്ലേ. സോ അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ ഈസി. പോരാത്തിന് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ കൂടിയായിരുന്നു. ശരിക്കും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ 1-2 എണ്ണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മാച്ച് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ HRM-ലുമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളോട് കൊമേഴ്സുകാരെ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഏരിയ എപ്പോഴും HRM-ഉം മാർക്കറ്റിംഗും ആയിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ HRM-ൽ നിന്നും നമ്മളോട് ചോദിച്ചുള്ളൂ എന്നുള്ളതാണ്. അതിൽ പലതും റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റനും റിപ്പീറ്റ് ചെയ്യുന്നതിലെ വളരെ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ കാണാറുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇത്തവണ നമ്മളോട് ചോദിച്ചിരുന്നത് എന്നുള്ളതാണ്. ദെൻ നമ്മൾ HRM, ബിസിനസ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് ധാരാളം ചാപ്റ്റേഴ്സുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമ്മളോട് ഇത്തവണ ചോദിച്ച ക്വസ്റ്റ്യനിൽ നമുക്ക് മോട്ടിവേഷൻ റിലേറ്റ് ചെയ്തൊരു വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ഓരോ മോട്ടിവേഷൻ തിയറീസിനെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇവിടെ പാർട്ട് 1-ൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാസ്ലോ നീഡ് ഹയറാർക്കി തിയറിയാണ്. സോ ഇതിൽ നിന്നാണ് നമ്മളോട് ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആൻഡ് അതുപോലെ തന്നെ എല്ലാ നീഡ് തിയറീസും എല്ലാ മോട്ടിവേഷൻ തിയറീസും ഇവിടെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ. സോ പെർഫോമൻസ് അപ്രൈസലായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്താണ്, ഇതിന്റെ ടെക്നിക്സ്, ട്രഡീഷണൽ ടെക്നിക്സ്, മോഡേൺ ടെക്നിക്സ് എല്ലാം നമ്മളവിടെ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സോ ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൽ നിന്നും വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ റിലേറ്റ് ചെയ്തിരുന്ന എലമെന്റ്സ് ഓഫ് മൈക്രോ എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ
അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ് അല്ലേ. സോ അതിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. അതിൽ എക്സ്റ്റേണലിൽ വരുന്ന കാൽക്കുലേഷനാണ് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. ഇത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് എടുത്ത് പറഞ്ഞതുമാണ് ഓരോ എലമെൻറ്റ്സും ഏതാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് ഏത് തരത്തിൽ വേണമെങ്കിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്. ആൻഡ് ഇത്തവണ അവർ ചോദിച്ചത് മൈക്രോ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൈക്രോ എൻവയോൺമെൻറ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ദെൻ ഇക്കണോമിക് ഇൻറ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നത് ഇത് എക്സാക്ട്ലി ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇക്കണോമിക് ഇൻറ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ആ ഒരു കംപ്ലീറ്റ് ഏരിയാസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിലെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാഫ്തയായിട്ട് മാത്രം റിലേറ്റ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മെമ്പർ കൺട്രി ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ പഠിക്കുമ്പോൾ സാർക്ക്, നാഫ്ത, ആസിയൻ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ യൂട്യൂബിലൊക്കെ ആണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്ന വീഡിയോയിലും നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഡിസ്കസ് ചെയ്ത് പോയ ആ ഒരു വീഡിയോയിൽ നമ്മൾ എടുത്ത് പറഞ്ഞതാണ് ഇക്കണോമിക് ഇൻറ്റഗ്രേഷനൊക്കെ. സോ അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങളോട് അന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇന്നും അതേ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ഉള്ളതെന്ന്. സോ ഇതിന് മുമ്പ് നമ്മളോട് ചോദിച്ചിരുന്നത് സാർക്കിൻ്റെ മെമ്പർ കൺട്രി അല്ലാത്തത് ഏത് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് നൗ ഇത്തവണ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ നാഫ്തയുടെ മെമ്പർ കൺട്രി അല്ലാത്തത് ഏതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പല ഓപ്ഷൻസ് തന്നിട്ട്. ദെൻ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറി. എല്ലാ തവണയും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇൻ്റർനാഷണൽ ട്രേഡ് തിയറി. ഇത് മെജോറിറ്റി സിറ്റുവേഷനിൽ നമ്മളോട് ചോദിക്കാറുള്ളത് മാച്ച് ദ ഫോളോയിങ് പോലത്തെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇത്തവണയും നിങ്ങളോട് ഇതേ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കിരൺ സാറ് ക്ലാസ്സിൽ എടുത്തിരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടോപ്പിക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് നോട്ട്സിലും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലെ എല്ലാ ട്രേഡ് തിയറീസുകളും ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളതുമായിരുന്നു. സോ വളരെ കൃത്യമായിട്ട് നിങ്ങളിത് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് തിയറി എന്ന് പറയുന്നത്. പിന്നെ WTO ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബേസിക് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ്, കീ ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. FDAയുടെ ടൈപ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ നിന്നൊന്നും അങ്ങനെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ വളരെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനോ ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ബിസിനസ് എൻവയോൺമെന്റിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് റിലേറ്റ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ജെ കർവ് എഫക്റ്റ്, അതിൽ നിന്നൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇത്തവണ നമ്മളോട് ചോദിച്ചത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. തിയറീസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ ബേസിക് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ. സോ അങ്ങനെയുള്ള ഏരിയയിൽ നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കൂടുതലും അതിലെ എലമെന്റ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന മെമ്പർ കൺട്രീസ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമുക്കൊരു കോൺസെപ്റ്റ് പോലെ അവിടെ ഒരു കൂടുതൽ എക്സ്പ്ലനേഷൻ എന്നതിനപ്പുറം നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ച് നമ്മളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടുന്നത്. സോ നൗ ബാങ്കിങ് യൂണിറ്റിലേക്ക് നമുക്ക് വരാം. ബാങ്കിങ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് എടുക്കുമ്പോൾ നിങ്ങളോട് പലപ്പോഴും പറയാറുള്ളത് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഇയർ ബേസ്ഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഇയറുകൾ നിങ്ങളോട് ചോദിക്കാം. ഇപ്പം അത് SBI ആയിക്കോട്ടെ, RBI ആയിക്കോട്ടെ, വോട്ടെവർ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാത്തിൻ്റെയും ഇയറുകൾ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോണം എന്നുള്ളതാണ്. ആൻഡ് ഇത്തവണയും SBI ആയിട്ട് ബന്ധപ്പെട്ട് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് പലതവണ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറഞ്ഞാണ് ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഒരു തവണയും നിങ്ങളോട് ഇതേ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ടൈപ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരുന്നു ഇതും. ഇതിന് NPA ആയിട്ട് ബന്ധപ്പെട്ട് എത്ര കാലം കഴിയുമ്പോഴാണ് നമ്മളതിനൊരു NPA ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതും ആക്ച്വലി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ നമ്മളോട് എപ്പോഴും ചോദിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാവുന്നത്. ദെൻ ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം.
ബാങ്കിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് അല്ലേ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സോ അതറിയാമായിരുന്നു എങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നും സ്കോർ ചെയ്യാവുന്നതായിരുന്നു. ഓക്കെ, എനിവേ ബാങ്കിങ് എന്ന് പറഞ്ഞ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ആ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇത്തവണയും നമ്മളോട് ചോദിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ബാങ്കിങ്ങിലേക്ക് ഇനി വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളോട് മെയിൻലി ചോദിച്ചിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഇയർ ആണ്. അത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ ഇയറും ഒക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം എന്നുള്ളത്. ഓക്കെ, സോ അത് നമ്മൾക്ക് ഇത്തവണത്തെ എക്സാമിന് നമ്മളോടത് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ കൃത്യമായിട്ട് നമ്മളോട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ ഇയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. സോ നിങ്ങൾ ഓവറോൾ ആയിട്ടുള്ള ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം ഈ ഒരു യൂണിറ്റിലേക്ക് വരുമ്പോൾ. ആൻഡ് ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ഇൻസ്ട്രുമെന്റ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ വീഡിയോസിലായിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ്സുകളെ കുറിച്ചിട്ടുമൊക്കെ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. സോ അതെല്ലാം നമുക്ക് ആൻസർ ചെയ്യാമായിരുന്ന തരത്തിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു. സോ നമ്മൾ കൃത്യമായിട്ട് വീഡിയോസ് മാത്രമല്ല, ഞാൻ ഇവിടെ സ്പെസിഫിക്കലി വീഡിയോസ് കാണിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നോട്ട്സും PPTസും ടെസ്റ്റ് പേപ്പേഴ്സും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യണം. ഇൻകം ടാക്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മുടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്ന് നമ്മൾ നേരത്തെ യൂട്യൂബിൽ സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയ വീഡിയോയിൽ നമ്മൾ എടുത്തു പറഞ്ഞതാണ് ടാക്സ് മാനേജ്മെൻറ്റ് അല്ലേ. അതിൽ വരുന്ന ഒന്നാണ് ടാക്സ് അവോയ്ഡൻസ്. അപ്പോൾ ഇതിനു മുമ്പ് ടാക്സ് ഇവേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മാറി മറിഞ്ഞു ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെ പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ടാക്സ് അവോയ്ഡൻസിൻ്റെ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ അതൊരു റിപ്പീറ്റഡ് ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്നതാണ്. ആൻഡ് നൗ ന്യൂ ടാക്സ് റെജീമുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ന്യൂ ടാക്സ് റെജീമുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ PPTസും നോട്ട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ്പെഷ്യലി നമ്മൾ ഇൻകം ടാക്സിൻ്റെ ലൈവ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതിലെ മെജോറിറ്റി ഏരിയാസുകളും തന്നെ നമ്മൾ ലൈവിൽ ഉൾപ്പെടുത്തി പോയിരുന്നു എന്നുള്ളതാണ്. സോ അപ്പോഴൊക്കെ നിങ്ങളോട് എടുത്തു പറഞ്ഞാണ് ന്യൂ ടാക്സ് റെജീമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ടാക്സ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾ പഠിക്കണം. ആൻഡ് ദിസ് വൺ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത്തവണ ഇതേ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ വരുന്ന ഡിഡക്ഷൻ സെക്ഷൻ 80C തൊട്ട് 80U വരെ വരുന്ന ഡിഡക്ഷൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്തവണയും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സോ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്ന ഏരിയാസിൽ നിന്നാണ് ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസും വരുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ആ ടോപ്പിക്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ JRFലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാവുന്നതാണ് എന്നുള്ളതാണ്. സോ കൃത്യമായിട്ട് അത് ഫോക്കസ് ചെയ്യുക, പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ടാക്സ് ഇൻസിഡൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റെസിഡൻസിനാണെങ്കിൽ അത് അവർ ടാക്സ് പേ ചെയ്യേണ്ടി വരുമോ, നോൺ റെസിഡൻറ്റ് പേ ചെയ്യേണ്ടി വരുമോ, ഇത് നമ്മൾ ആ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് വരുന്നത്, റെസിഡൻറ്റ് ഏതൊക്കെ സിറ്റുവേഷനിലാണ്, നോൺ റെസിഡൻറ്റ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ലൈവ് സെഷനിൽ എസ്പെഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഇതിൻ്റെയും ബന്ധപ്പെട്ട PPTസും കാര്യങ്ങളും ഒക്കെ നമ്മൾ LMSൽ അപ്ലോഡ് ചെയ്തിരുന്നതുമാണ്. ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ലൈവുകളിൽ ഉൾപ്പെടുത്തുന്നത് അത് കുറച്ചുകൂടി അപ്ഡേഷൻസ് വരുന്ന ഏരിയാസ് ആയതുകൊണ്ടാണ്. അപ്പോൾ അപ്ഡേഷൻ നമ്മൾ ചിലപ്പോൾ നേരത്തെ പഠിച്ചു പോയതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അത് ഉൾപ്പെടുത്തുന്നത്. ബട്ട് നമുക്കതിൻ്റെ നോട്ട്സ്, വീഡിയോസ്, PPTs പോലുള്ള കാര്യങ്ങൾ LMSൽ അവൈലബിളുമാണ്. പക്ഷെ ലൈവ് വരുത്തുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒന്നുകൂടെ നിങ്ങൾ റിമൈൻഡ് ചെയ്യും അല്ലേ. ദെൻ TDSുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് അതിലൊരു ഇച്ചിരി നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ. ബാക്കി ഇൻകം ടാക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതായിരുന്നു. കാരണം കഴിഞ്ഞ നമുക്കറിയാം വളരെ റാൻഡമായിട്ട് കുറേ സെക്ഷൻസുകൾ ചോദിച്ചു. പക്ഷേ ഇത്തവണ ഇൻകം ടാക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്താൽ ആ ഒരു രീതിയിൽ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ആകെ ഒരു TDS ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളോട് കുറച്ച് സെക്ഷൻസുകൾ കാര്യങ്ങൾ ചോദിച്ചിരുന്നത്. പക്ഷേ എഗെയിൻ അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 1-2 എണ്ണമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ടാക്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് അവിടെ ബേസിക് കോൺസെപ്റ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ഐഡിയ വേണം. അവിടെയാണ് നമ്മൾ മെയിൻലി അതിൻ്റെ ഒരു ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്.
ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഡക്ഷൻസ് എല്ലാ തവണയും ചോദിക്കുന്നതാണ്. അതുമായിട്ട് സെപ്പറേറ്റ് ചെയ്തൊരു വീഡിയോ തന്നെയുണ്ട്. ആൻഡ് ലൈവ് സെഷൻസിൽ നമ്മൾ ഇതെല്ലാം എടുത്തു പറഞ്ഞാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. പ്രധാനപ്പെട്ട ഡിഡക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടേമുകൾ, ടാക്സ് അവോയ്ഡൻസ്, ഇത്തവണ അവോയ്ഡൻസ് ചോദിച്ചാൽ അത് പലതും ചോദിക്കാം. ടാക്സ് പ്ലാനിങ് ചോദിക്കാം, അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ TDS ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ മാത്രം അവിടെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സുകളും തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് അത് MCQs മാത്രം സോൾവ് ചെയ്ത് ചില PPTs നിങ്ങൾക്ക് തന്നെ ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊക്കെ വരികയാണെങ്കിൽ കണ്ടോ, ഡിസ്പെർഷനും സ്ക്വീനസും ആയിട്ടും അതുപോലെ തന്നെ സ്ക്വീനസിന്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, പ്രോബബിലിറ്റി അല്ലെ. സോ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എസ്പെഷ്യലി പറഞ്ഞാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതിൽ പോസോൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ അതിൽ ഓരോന്നിനെ കുറിച്ചും ബൈനോമിയല്, പോസോണ്, നോർമൽ, ഇതിൽ ഓരോന്നിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ച കാര്യങ്ങളാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. സോ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആയിട്ട് അതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകള്, കാര്യങ്ങള് ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, മാർക്കറ്റ് ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തവണയും നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്ന ഏരിയ ആണ് അല്ലെ. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്തവണയും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ആ മാർക്കറ്റ് ഫോംസിലേക്ക് വരുമ്പോൾ നമുക്ക് സോ അതിൽ ഓരോ പാർട്ടായിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിയും മോണോപോളിസ്റ്റിക് ഒളിഗോപോളി ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിലെ ഓരോ ഇയർലിംഗ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെയാണ് ഡിമാൻഡ് അനാലിസിസ്. ഡിമാൻഡ് അനാലിസിസിലാണ് ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിമാൻഡ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ജസ്റ്റ് നമ്മുടെ ഈ പറയുന്ന സബ്ജക്ട്സുകളെല്ലാം ബേസ് ചെയ്തിട്ട് റാൻഡം ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ഓരോ സെക്ഷൻസും കൃത്യമായിട്ട് യൂസ് ചെയ്യണം. സോ ഇതിലെ നോട്ട്സ്, വീഡിയോസ്, PPTs, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റ് പേപ്പേഴ്സ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ടെസ്റ്റിലേക്ക് അടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ ബിസിനസ് ഫിനാൻസ് എന്നുള്ള ചാപ്റ്റർ ചൂസ് ചെയ്യാൻ പോവാണ്. സോ നോക്കി, ഫിനാൻസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട്, ഐ മീൻ പല ടോപ്പിക് വൈസ് ഉള്ള ടെസ്റ്റ് പേപ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല സമയങ്ങളുടെയാണ്, ഓക്കെ, പല ടൈം ബേസ്ഡ് ആണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ, നമുക്കൊരു ടോപ്പിക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ടൈമിൽ ഇത് അറ്റൻഡ് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നും അറിയാൻ പറ്റും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ പോരെ. ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുന്നു, ഇവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ആൻസർ മാർക്ക് ചെയ്യുന്നു. ആൻഡ് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സേവ് ആൻഡ് നെക്സ്റ്റ്, സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ, ക്ലിയർ റെസ്പോൺസ്, മാർക്ക് ഫോർ റിവ്യൂ. അപ്പം നമുക്കറിയാം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് നമ്മൾ NTA നെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോഴും കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഫെമിലിയറൈസ് ആവണം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിൽ ടൈം കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കട്ടായി പോവുകയൊക്കെ ചെയ്യും. സോ ഫൈനലി നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസ് അതിന് എത്ര നേരം എടുത്തു, നിങ്ങൾ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇനി ആ എന്താണ് നമ്മൾ കറക്റ്റ് ആൻസർ ഏതായിരുന്നു, നിങ്ങൾക്ക് എന്താ തെറ്റിയത്, ഇനി എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒന്നാണെങ്കിൽ അവിടെ എക്സ്പ്ലനേഷനും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് LMSന്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടില്ലാത്തവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് LMS. ഇതിൽ നമ്മൾ ടെസ്റ്റ് പേപ്പർ, നോട്ട്സ്, വീഡിയോസ്, PPTs ഇത്രയും കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണം. നമ്മളൊരു സോഴ്സിനെ അല്ല, നമ്മൾ എല്ലാ തരത്തിലുള്ള സോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ വേണം പഠിക്കാനായിട്ട്. ഓക്കെ,
നൗ സ്റ്റാറ്റിസ്റ്റിക്സ്. സോ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു ഇക്വേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ജനറലി പറഞ്ഞതാണ്, എല്ലായിടത്തും അത് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിൽ മാത്രത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ റിപ്പോർട്ട് റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് കമ്പോണൻസ് ഓഫ് റിപ്പോർട്ട്സ് ഒക്കെ, ഇത് നമ്മൾ എല്ലാവരും തന്നെ റിസർച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ ഡിഗ്രി PG കാലഘട്ടത്തിൽ. അപ്പം ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തന്നെ മതി നമുക്ക് ശരിക്കും പറഞ്ഞ് ഇത് ആൻസർ ചെയ്യാൻ. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ദെൻ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടുള്ളൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങളെ ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. സോ അതും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നായിരുന്നു. ബട്ട് ഇത്തവണ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് എന്നുള്ളതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നിന്ന് ഇത്തവണ ക്വസ്റ്റ്യൻ വന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആൻഡ് ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിച്ചത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഓക്കെ, സോ അതും ഡിസ്പേർഷനായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു പോകുന്ന ഒരു വളരെ ഡയറക്റ്റ് ഏരിയ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ. സോ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളതാണ്. ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഏതൊക്കെയാണ് അല്ലേ, പാരാമെട്രിക്, നോൺ പാരാമെട്രിക്. സോ അതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ആ ഒരു ടെസ്റ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എങ്കിൽ യു ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഫൈനലി ഇറ്റ്സ് അബൌട്ട് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിസർച്ച് പോലുള്ള ഏരിയാസിൽ ഇപ്പോൾ 1ലും ഈവൻ ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഒന്നുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെനിഫിഷ്യൽ ഏരിയ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, ഇക്വേഷൻസ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ തിയറീസ് ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാം തന്നെ അത്യാവശ്യം സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏരിയാസുകളൊക്കെ തന്നെയും കവർ ചെയ്തിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും ഇത് മാറി മാറിയേ ചോദിക്കാറ്. രണ്ടിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഇത്തവണ നമ്മളോടേലും ഡിസ്പേർഷനാണ് ചോദിച്ചിരിക്കുന്നത്. മേ ബി നെക്സ്റ്റ് ടൈം നമ്മളോട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ചോദിക്കാം. അതല്ലെങ്കിൽ കമ്പൈൻഡ് ക്വസ്റ്റ്യൻ, രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് സെൻട്രൽ ടെൻഡൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ നമ്മൾ മീനുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ പറയുന്നത്. സോ ദാറ്റ് നമുക്ക് അതിലവിടെ കണക്ട് ചെയ്യാവുന്നതുമാണെന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊക്കെ വരികയാണെങ്കിൽ കണ്ടോ, ഡിസ്പേർഷനും സ്ക്വീനസും ആയിട്ടും അതുപോലെ തന്നെ സ്ക്വീനസിന്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, പ്രോബബിലിറ്റി അല്ലെ. സോ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എസ്പെഷ്യലി പറഞ്ഞാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിൽ പോസോൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ അതിൽ ഓരോന്നിനെ കുറിച്ചും ബൈനോമിയൽ, പോസോണ്, നോർമൽ, ഇതിൽ ഓരോന്നിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ച കാര്യങ്ങളാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. സോ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആയിട്ട് അതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഫൈനലി ഇക്കണോമിക്സ്. സോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആൻഡ് സി മാർക്കറ്റ് ഫോംസ്. സോ ഫസ്റ്റ് തന്നെ ആ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ തവണയും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പം അത് ഏത് ഫോം എന്നുള്ളത് മാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഫോംസിൽ അത് ഏതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കാം, മോണോപോളി ആയിരിക്കാം, മോണോപോളിസ്റ്റിക് ആയിരിക്കാം, ഒളിഗോപോളി ആയിരിക്കാം. സോ ഇതിൽ നിന്ന് ഏതിൽ നിന്ന് വേണമെങ്കിലും ആകാം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാനതവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ AR-MR റിലേഷൻഷിപ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും മാർക്കറ്റ് ഫോംസിൽ തന്നെയാണ്. ദെൻ ഇക്വേഷൻസ്, TU അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് റിലേറ്റ് ചെയ്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ദെൻ അഗെയിൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ഇതിൻ്റെയും റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളോട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു രീതിയല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2-ൽ
ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ. അപ്പം ആ ഒരു ഇക്വേഷൻ അറിയാമായിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതായിരുന്നു. പ്രൈസ് ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്രോസ് ഇലാസ്റ്റിസിറ്റി മെൻഷൻ ചെയ്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്ത് മാത്രം ഇത്തവണ ചോദിച്ചിരുന്നത്. അതൊരു പുതിയ രീതിയായിട്ട് നമുക്ക് കണക്കൂട്ടാം. അപ്പം ഇനി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രോബ്ലം കൂടി വർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം. ബട്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഫിനാൻസിലും അക്കൗണ്ട്സിലും ഒക്കെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നത് തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ അടുത്ത തവണ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടി ഈ ഒരു ഏരിയയിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ AR MR ഇലാസ്റ്റിസിറ്റി ബേസ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ദെൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്. സോ ഇതും ഡിമാൻഡ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ വളരെ ബേസിക് ആയിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. ദെൻ മൈക്രോ മാക്രോ എക്കണോമിക്സ്, അതിൻ്റെ എലമെൻറ്റ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള വളരെ എഗെയിൻ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇതൊക്കെ നമുക്ക് പറയാം. സോ അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാ യൂണിറ്റും നമ്മൾ പഠിച്ചൊരു അല്ലെങ്കിൽ എല്ലാ യൂണിറ്റും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എല്ലാ യൂണിറ്റിലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, എനിവേ നമുക്കിത് റിലേറ്റ് ചെയ്ത വീഡിയോസും നോട്ട്സും PPTസും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, മാർക്കറ്റ് ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തവണയും നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്ന ഏരിയ ആണ് അല്ലെ. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്തവണയും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അതിൽ ഓരോ പാർട്ടായിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളി, മോണോപോളിസ്റ്റിക്, ഒളിഗോപോളി ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിലെ ഓരോ ഇയർലിംഗ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെയാണ് ഡിമാൻഡ് അനാലിസിസ്. ഡിമാൻഡ് അനാലിസിസിലാണ് ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിമാൻഡ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ജസ്റ്റ് നമ്മുടെ ഈ പറയുന്ന സബ്ജക്ട്സുകളെല്ലാം ബേസ് ചെയ്തിട്ട് റാൻഡം ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ഓരോ സെക്ഷൻസും കൃത്യമായിട്ട് യൂസ് ചെയ്യണം. സോ ഇതിലെ നോട്ട്സ്, വീഡിയോസ്, PPTs, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റ് പേപ്പേഴ്സ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ടെസ്റ്റിലേക്ക് അടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിവിടെ ബിസിനസ് ഫിനാൻസ് എന്നുള്ള ചാപ്റ്റർ ചൂസ് ചെയ്യാൻ പോവാണ്. സോ നോക്കി ഫിനാൻസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കാണാനായിട്ട്, ഐ മീൻ പല ടോപ്പിക് വൈസ് ഉള്ള ടെസ്റ്റ് പേപ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല സമയങ്ങളുടെയാണ്, ഓക്കെ, പല ടൈം ബേസ്ഡ് ആണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു ടോപ്പിക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. ഇവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ആൻസർ മാർക്ക് ചെയ്യുന്നു. ആൻഡ് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സേവ് ആൻഡ് നെക്സ്റ്റ്, സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ, ക്ലിയർ റെസ്പോൺസ്, മാർക്ക് ഫോർ റിവ്യൂ. അപ്പം നമുക്കറിയാം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് നമ്മൾ NTA നെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോഴും കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഫെമിലിയറൈസ് ആവും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിൽ ടൈം കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കട്ടായി പോവുകയൊക്കെ ചെയ്യും. സോ ഫൈനലി നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസ് അതിന് എത്ര നേരം എടുത്തു, നിങ്ങൾ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി ആ എന്താണ് നമ്മൾ കറക്റ്റ് ആൻസർ ഏതായിരുന്നു, നിങ്ങൾക്ക് എന്താ തെറ്റിയത്, ഇനി എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒന്നാണെങ്കിൽ അവിടെ എക്സ്പ്ലനേഷനും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് LMSന്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടില്ലാത്തവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് LMS. ഇതിൽ നമ്മൾ ടെസ്റ്റ് പേപ്പർ, നോട്ട്സ്, വീഡിയോസ്, PPTs ഇത്രയും കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണം. നമ്മളൊരു സോഴ്സിനെ അല്ല, നമ്മൾ എല്ലാ തരത്തിലുള്ള സോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ വേണം പഠിക്കാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നമ്മളോട് ഓരോ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഓവറോൾ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസിക് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന പല ഏരിയാസും മിക്ക യൂണിറ്റ്സിൽ നിന്നും തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് സെക്ഷൻസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതലായിട്ട് തിയറി ബേസ്ഡ് എന്നുള്ളത്, തിയറിയാണ് എപ്പോഴും കൂടുതൽ വരിക. ബട്ട് സ്റ്റിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിനും ഇത്തവണ കൂടുതൽ പ്രാധാന്യം എല്ലാ യൂണിറ്റ്സിൽ നിന്നും, ന്യൂമറിക്കൽ ഏരിയാസ് ഉള്ള എല്ലാ യൂണിറ്റ്സിൽ നിന്നും
പ്രാധാന്യം കൊടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇക്വേഷൻസ്, പലതുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് മുമ്പ് വന്നിരുന്ന പോലെ തന്നെ സീക്വൻസിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഇത്തവണയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും അത്യാവശ്യം നമ്മളോട് എല്ലാ യൂണിറ്റുകളിൽ നിന്നും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ വളരെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു നമുക്ക് ഇത്തവണ UGC നെറ്റ് കൊമേഴ്സ് ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ ഇനി അതല്ല, നമുക്ക് ചില കാര്യങ്ങളാൽ നമുക്ക് വിചാരിച്ച ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യൂണിറ്റ്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും സങ്കടപ്പെട്ടിരിക്കേണ്ടുന്ന കാര്യമില്ല. നമ്മൾ ഉടനെ തന്നെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഉടൻ തന്നെ അടുത്ത എക്സാം വരുന്നുണ്ട്. സോ നല്ല രീതിയിൽ നമ്മൾ വീണ്ടും നമുക്ക് എവിടെയാണോ നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോയത്, അതിനാണ് ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞത് റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്നുള്ളത്. സോ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസിൽ നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് കിട്ടും. സോ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാം. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.